എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മീൻ പൊരിച്ച് മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ മീൻ അതായത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലൊന്ന് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഈ മീൻ പൊരിച്ച് മുളകിട്ടതിന് ഇതുപോലെ ദശക്കനമുള്ള മീൻ നമ്മൾ എടുക്കുക. അപ്പോൾ ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് കേരമീനാണ്. അത് 400 ഗ്രാം എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇനി മുളക് പൊടി 2 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ 1 സ്പൂണേ വന്നിട്ടുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പം ഈ മീൻ ഫ്രൈയുടെ മസാല പുരട്ടി വെക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം 10 മിനിറ്റിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു 2 സ്പൂണാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ മീൻ പുരട്ടിയത് നമുക്ക് ഇതിനകത്തിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒത്തിരി നല്ല ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്ത് എടുക്കണ്ട. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഒരല്പം കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കും. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു വശം നന്നായിട്ട് മൂത്ത് ഒന്ന് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതായത് മീനിൻ്റെ സൈഡ് നമുക്ക് ഇതുപോലൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പോൾ ഇനി ആ പാനിലേക്ക് തന്നെ ഒരല്പം കൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തന്നെ ചേർക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അതൊന്ന് അല്പം നന്നായി മൂത്ത് വരണം. അതായത് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. ആ രീതിയിൽ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ചെറിയ ഉള്ളി ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, അതായത് നമ്മൾ പച്ചമുളക്, ഈ ഉള്ളിയിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് 2 ചേർക്കുന്നത് കേട്ടോ. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കാം. അപ്പം മീൻ പൊരിച്ച് മുളകിട്ടെന്ന് പറയുന്നത് ഈ പച്ചമുളക് ചേർക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പം അധികം ഉപ്പാവരുത്. നമ്മൾ മീൻ ഫ്രൈക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്തതാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയുടെ പേസ്റ്റാണ് കേട്ടോ. ഞാൻ ഒരല്പം പുളിയുടെ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഈ പുളിയുടെ പേസ്റ്റിന് പകരം നാരങ്ങാനീരും ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ തക്കാളി കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമ്മുടെ മീൻ ഫ്രൈ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് അത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകില്ല, അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ചെറുതീയിൽ ഒന്ന് അടച്ച് വെച്ച് ഡ്രൈ ആക്കി എടുക്കണം. അതായത് ഈ മസാല എല്ലാം നന്നായി പിടിച്ച് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ ഇതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ നമുക്കിനി അടച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഞാൻ അത് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ഇത് നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ പൊരിച്ച് മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.